വാർത്താമഴ വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ ഗവർണർക്കും രാഷ്ട്രപതിക്കും സമയപരിധി നിശ്ചയിച്ചതിനെതിരായ രാഷ്ട്രപതിയുടെ റഫറൻസിൽ സുപ്രീം കോടതി വിധി നാളെ. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ചാണ് വിധി പറയുക. ആർ അച്യുതൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, സുപ്രീം കോടതിയുടെ തീരുമാനം എന്തായിരിക്കും എന്നത് ഉറ്റുനോക്കുകയാണ് രാജ്യം. ഈ ഗവർണർമാരുടെ അധികാരം എത്രത്തോളം, രാഷ്ട്രപതിക്ക് ഈ ബില്ലുകൾ എത്ര കാലം തടഞ്ഞുവെക്കാൻ കഴിയും എന്നതടക്കമുള്ള കാര്യങ്ങളിലൊക്കെ സുപ്രധാനമായ വിധിയാണ്. എന്താണ് ലഭ്യമാകുന്ന വിവരങ്ങൾ? ഇത് എത്രത്തോളം പ്രസക്തമാണ് അച്യുതൻ? റിജിത്ത്, രാഷ്ട്രപതി റഫറൻസിന്മേലുള്ള സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന്റെ വിധി അത് നാളെ പ്രസ്താവിക്കുമ്പോൾ അത് ഏറെ നിർണായകമാണ്. പ്രത്യേകിച്ച് പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ, അവരെ സംബന്ധിച്ചു കൂടിയാണ് ഇത് നിർണായകമാകുന്നത്. തമിഴ്നാടിന്റെ, അതായത് ഗവർണർ ബില്ലുകളിൽ തീരുമാനമെടുക്കാത്തതിനെ തുടർന്ന് തമിഴ്നാട് സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുകയും സുപ്രീം കോടതിയുടെ ജസ്റ്റിസ് JB പർദിവാലയുടെ ബെഞ്ചായിരുന്നു രാഷ്ട്രപതിക്കും അതുപോലെ തന്നെ ഗവർണർമാർക്കും സമയപരിധി നിശ്ചയിച്ചുകൊണ്ട് ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. അതിന് പിന്നാലെയാണ് രാഷ്ട്രപതി നിരവധി ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് റഫറൻസ് സുപ്രീം കോടതിക്ക് നൽകുന്നത്. ഇതിലായിരുന്നു വിശദമായ വാദം കേട്ട ശേഷം ഇപ്പോൾ ഭരണഘടനാ ബെഞ്ച് നാളെ വിധി പറയാനായി ഒരുങ്ങുന്നത്. പക്ഷേ ഈ വാദം നടന്ന ഘട്ടങ്ങളിൽ സുപ്രീം കോടതി നിരവധി ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിരുന്നു. ഒന്ന്, ഈ ബില്ലുകൾ ഇങ്ങനെ അനന്തകാലം തടഞ്ഞു വെക്കാൻ കഴിയുമോ? ഈ തടഞ്ഞു വയ്ക്കൽ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ തടഞ്ഞു വച്ചു കഴിഞ്ഞാൽ ഗവർണർമാർ അതിന്റെ കാരണം വ്യക്തമാക്കാറുണ്ടോ എന്ന അനവധി ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി ഉന്നയിച്ചിരുന്നു. ഒപ്പം തന്നെ ചില സംഭവങ്ങളുടെ പേരിൽ ഗവർണർക്കും രാഷ്ട്രപതിക്കും സമയപരിധി നിശ്ചയിക്കാൻ ആകില്ല എന്നൊരു നിരീക്ഷണവും കോടതി നടത്തിയിരുന്നു. എന്തായാലും ഏറെ നിർണായകമാണ് നാളെ ഈ വിധി പ്രസ്താവിക്കുമ്പോൾ. അത് ഏത് തരത്തിലുള്ള ഒരു സ്വഭാവമുള്ള വിധിയായിരിക്കും എന്നടക്കമുള്ളതാണ് ഇക്കാര്യത്തിൽ നിർണായകമാവുക. റിജിത്ത്. ശരി, ആർ അച്യുതൻ വിശദാംശങ്ങൾ ഡൽഹിയിൽ നിന്ന് പങ്കുവെക്കുകയായിരുന്നു. കേരളവും തമിഴ്നാടും ബംഗാളും ഒക്കെ സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് അതിരൂക്ഷമായി നിൽക്കുന്ന സാഹചര്യമുണ്ട്. രാഷ്ട്രപതിയുടെ അധികാരം സംബന്ധിച്ച്, ഗവർണർമാരുടെ ബില്ലുകൾ തടഞ്ഞുവെക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള അധികാരം സംബന്ധിച്ചൊക്കെ സുപ്രീം കോടതിയുടെ പ്രധാന വിധിയാണ്, നിർണായകമായ വിധിയാണ് നാളെ വരാൻ പോകുന്നത്. അത് ഉറ്റുനോക്കുകയാണ് രാജ്യം. ആർ അച്യുതൻ വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. തിരുവനന്തപുരം നഗരസഭയിലെ LDF സ്ഥാനാർത്ഥി പിന്മാറി. കുറവൻകോണം വാർഡിൽ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിരുന്ന അഡ്വക്കേറ്റ് സൗമ്യയാണ് പിന്മാറിയത്. വാർഡ് കൺവെൻഷൻ നടക്കുന്നതിന് തൊട്ടുമുമ്പാണ് സ്ഥാനാർത്ഥിയുടെ പിന്മാറ്റം. ആർ ശ്രീജിത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീജിത്ത്, RJDക്ക് നൽകിയതായിരുന്നു സീറ്റ്, അത് ഇനി CPIM ഏറ്റെടുക്കും എന്ന വിവരം കൂടി ഇതിനോടൊപ്പം വരുന്നു. വിവരങ്ങൾ എന്താണ് ശ്രീജിത്ത്? തിരുവനന്തപുരം നഗരസഭയിൽ RJDക്ക് 3 സീറ്റുകളാണ് LDF സീറ്റ് വിഭജനത്തിൽ നൽകിയിരുന്നത്. ഇതിലൊരു സീറ്റ് കുറവൻകോണമായിരുന്നു. അവിടെ അഡ്വക്കേറ്റ് സൗമ്യ സ്ഥാനാർത്ഥിയായി RJD പ്രഖ്യാപിച്ചു. ഇന്നായിരുന്നു വാർഡ് കൺവെൻഷൻ നടക്കേണ്ടത്. എന്നാൽ വാർഡ് കൺവെൻഷന് തൊട്ട് മുമ്പ് സ്ഥാനാർത്ഥിയിൽ നിന്ന് പിന്മാറുകയാണെന്ന് അഡ്വക്കേറ്റ് സൗമ്യ അറിയിക്കുകയായിരുന്നു. ഇതോടെയാണ് LDF അവിടെ ഒരു പ്രതിസന്ധിയിൽപ്പെട്ടത്. അതായത് പെട്ടെന്ന് തന്നെ സ്ഥാനാർത്ഥിയെ കണ്ടെത്തേണ്ട ഒരു പ്രശ്നത്തിലേക്ക് കാര്യങ്ങളെത്തി. മത്സരിക്കാൻ താല്പര്യമില്ല എന്നറിയിച്ച് RJD സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ച അഡ്വക്കേറ്റ് സൗമ്യ പിന്മാറി. ഇനി ഇതേ തുടർന്ന് സീറ്റ് ഇപ്പോൾ ഏറ്റെടുക്കാനാണ് CPIMന്റെ തീരുമാനം. നാളെ ഈ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ച് പത്രിക നൽകാനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുമെന്നാണ് നഗരസഭയുടെ നിയന്ത്രണം ചുമതലയുള്ള നേതാക്കൾ നൽകുന്ന വിവരം. എന്തായാലും പെട്ടെന്ന് സ്ഥാനാർത്ഥി പിന്മാറിയത് ഒരു CPIMനും LDFനും ഒക്കെ തന്നെ പ്രതിസന്ധിയായിരിക്കുന്നു. പകരം സ്ഥാനാർത്ഥിയെ കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ് ഇപ്പോൾ CPIM നേതൃത്വം. ആർ ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. കുറവൻകോണം വാർഡിൽ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിരുന്ന അഡ്വക്കേറ്റ് സൗമ്യയാണ് അവസാന നിമിഷം സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറിയിരിക്കുന്നത്. ഈ സീറ്റ് CPIM ഏറ്റെടുക്കും. സ്ഥാനാർത്ഥിയെ ഉടൻ പ്രഖ്യാപിക്കും. ആലപ്പുഴ ചേർത്തലയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ സ്ഥാനാർത്ഥിയെ തെരുവ് നായ ആക്രമിച്ചു. ചേർത്തല നഗരസഭ 15-ാം വാർഡിലെ UDF സ്ഥാനാർത്ഥി ഹരിതയ്ക്കാണ് പരിക്കേറ്റത്. മുനിസിപ്പാലിറ്റിയിലെ 15-ാം വാർഡിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ 5 പേരും കൂടി ചേർന്ന് വാർഡിൽ ഇറങ്ങിയത്. അപ്പോഴത്തേക്കാണ് പെട്ടെന്ന് ഒരു തെരുവുനായ ഓടി വന്ന് എന്നെ ആക്രമിച്ചു. അങ്ങനെ ഞാൻ മറിഞ്ഞു വീണു. കൂടെ ഉണ്ടായിരുന്ന 5 പേരെ ഉടനെ തന്നെ എന്നെ ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. ഡോക്ടർ വിജയകുമാർ സാറായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. സാറ് വാക്സിൻ എടുക്കുകയും തുടർന്ന് വണ്ടാനം ഈ കഴുത്തിന്റെ ഭാഗത്തായതുകൊണ്ട് വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന്. അശ്വിൻ, എന്താണ് സംഭവിച്ചത്? അശ്വിൻ, ചേർത്തല നഗരസഭയിലെ 15-ാം വാർഡിലെ മാമ്പല ഭാഗത്ത് ഇന്ന് വോട്ടഭ്യർത്ഥിക്കുന്നതിനിടെയാണ് ഹരിതയ്ക്ക് നേരെ ഈ തെരുവുനായയുടെ ആക്രമണം ഉണ്ടായത്. ദേഹത്തേക്ക് ചാടി വീഴുന്നതിനിടെ ഹരിത പിന്നോട്ട് പോയതുകൊണ്ട് ഈ നായ ദേഹത്തേക്ക് വീണില്ല.
അതിന്റെ നഖം കഴുത്തിൽ കൊള്ളുകയായിരുന്നു, താടിയുടെ ഭാഗത്തേക്ക് കൊള്ളുകയായിരുന്നു. ഇതിനെ തുടർന്ന് ഉടൻ തന്നെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച് പ്രതിരോധ കുത്തിവയ്പ്പടക്കം ഹരിതയ്ക്ക് എടുത്തിട്ടുണ്ട്. ഈ കൃത്യമായി പിന്നോട്ട് മാറിയതുകൊണ്ട് തെരുവുനായുടെ കടിയേറ്റില്ല. ഈ മാമ്പല ഭാഗത്ത് സ്ഥിരമായ തെരുവുനായ ആക്രമണം ഉണ്ടാവുകയും കഴിഞ്ഞ ദിവസങ്ങളിലടക്കം നിരവധി ആളുകൾക്ക് കടിയേൽക്കുകയും ചെയ്ത പ്രദേശമാണ്. അവിടെയാണ് ഇന്ന് പ്രചരണത്തിലുണ്ടായിരുന്നത്. എന്തായാലും വലിയ പരിക്കുകളില്ലാതെ ഒഴിഞ്ഞു മാറാനായി എന്നുള്ളതാണ് ആശ്വാസ വാർത്ത. ശരി, അശ്വിൻ പാലഴി ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ദേവസ്വം മന്ത്രിക്ക് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൽ ഇളവ് നൽകണമെന്ന് ഹൈക്കോടതി. തിരക്ക് നിയന്ത്രിക്കാൻ ശാസ്ത്രീയമായ രീതി വേണമെന്നും ഇതിനായി വിദഗ്ധ സമിതി രൂപീകരിക്കണമെന്നും കോടതിയുടെ നിർദ്ദേശം. മുന്നൊരുക്കങ്ങളിലെ പാളിച്ചയിൽ കോടതി അതിരൂക്ഷ വിമർശനമാണ് ഇന്ന് ഉയർത്തിയത്. ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കാൻ ശാസ്ത്രീയമായ രീതി വേണമെന്നാണ് ദേവസ്വം ബെഞ്ചിന്റെ നിർദ്ദേശം. ഇതിനായി വിവിധ വകുപ്പിലെ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി വിദഗ്ധ സമിതി രൂപീകരിക്കണം. അടിസ്ഥാന സൗകര്യവും തിരക്ക് നിയന്ത്രണവും ഈ സമിതിയുടെ കീഴിൽ വരണം. വിവരശേഖരണം നടത്തി വിവിധ സോണുകളായി തിരിച്ച് ഉൾക്കൊള്ളാനാവുന്ന ഭക്തരുടെ എണ്ണവും കണക്കാക്കണം. ഓരോ മണ്ഡലകാല സീസണിന് മുൻപും ശേഷവും വിദഗ്ധ സമിതി യോഗം ചേരണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. തെരഞ്ഞെടുപ്പ് ചട്ടം നിലനിൽക്കുന്നതിനാൽ ദേവസ്വം മന്ത്രിക്ക് യോഗം വിളിക്കാനാവില്ലെന്ന പരാതി ഉയർന്നിരുന്നു. അടിയന്തരമായി ഏകോപനം ആവശ്യമുള്ള സമയമാണെന്നും യോഗം വിളിക്കാൻ മന്ത്രിയെ അനുവദിക്കണമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ശുചിമുറി, വെള്ളം, ആരോഗ്യ സംവിധാനങ്ങൾ എല്ലാം ഉറപ്പാക്കണം. ഭക്തരുടെ സുരക്ഷയ്ക്കും ക്ഷേമത്തിനുമാണ് പ്രഥമ പരിഗണന നൽകേണ്ടതെന്നും കോടതി ഓർമ്മിപ്പിച്ചു. കേസ് 24-ന് വീണ്ടും പരിഗണിക്കും. 24 കൊച്ചി. തിരുവനന്തപുരം കോർപ്പറേഷൻ മുട്ടട വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വൈഷ്ണയ്ക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം. വോട്ടർ പട്ടികയിൽ പേര് ചേർത്ത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിറക്കി. വൈഷ്ണ നൽകിയ രേഖകൾ കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പ് രജിസ്ട്രേഷൻ ഓഫീസർ പരിശോധിച്ചില്ല എന്ന് ഉത്തരവിൽ പറയുന്നു. സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറങ്ങുന്നതിനു മുന്നേ തലസ്ഥാനത്ത് കോൺഗ്രസ് ഉയർത്തിക്കാട്ടിയ പേരായിരുന്നു 24 വയസ്സുകാരിയായ KSU ജില്ലാ വൈസ് പ്രസിഡന്റ് വൈഷ്ണ സുരേഷിന്റേത്. മുട്ടട വാർഡിൽ പ്രചാരണം ആരംഭിച്ചതിന് പിന്നാലെയാണ് CPIM ബ്രാഞ്ച് അംഗമായ ധനേഷ് കുമാർ പരാതിയുമായി എത്തിയത്. വൈഷ്ണ മുട്ടട വാർഡിലെ സ്ഥിരം താമസക്കാരിയല്ലെന്നും കൃത്രിമമായി വോട്ടർ പട്ടികയിൽ പേര് ചേർത്തുവെന്നുമായിരുന്നു പരാതി. വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്തതോടെ കോൺഗ്രസ് ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ ദിവസം വൈഷ്ണയെയും പരാതിക്കാരെയും കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥരെയും വിശദമായി കേട്ടു. പിന്നാലെയാണ് വോട്ടർ പട്ടികയിൽ നിന്ന് സ്ഥാനാർത്ഥിയുടെ പേര് നീക്കം ചെയ്ത നടപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റദ്ദ് ചെയ്തത്. ഉത്തരവിൽ സന്തോഷമെന്നും വിവാദ സമയത്ത് വലിയ മാനസിക സമ്മർദ്ദം നേരിട്ടുവെന്നും വൈഷ്ണ 24-നോട് പറഞ്ഞു. നമ്മൾ അത്രയും സൈബർ അറ്റാക്കുകളും കാര്യങ്ങളും എല്ലാം നേരിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം, നമുക്ക് അത്രയും മാനസിക സംഘർഷങ്ങൾ നേരിട്ട ഒരു സാഹചര്യം തന്നെയായിരുന്നു. പിന്നെ ഇപ്പോൾ അതെല്ലാം നല്ലതിനായിരുന്നു എന്നുള്ളൊരു തോന്നലുമുണ്ട്. കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥരെ പ്രതിക്കൂട്ടിൽ നിർത്തിയാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്ത നടപടി റദ്ദ് ചെയ്തത്. വൈഷ്ണ സുരേഷ് നൽകിയ രേഖകൾ കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പ് രജിസ്ട്രേഷൻ ഓഫീസർ പരിശോധിച്ചില്ലെന്നും ഉത്തരവിൽ പറയുന്നുണ്ട്. നിയമവിരുദ്ധമെന്ന് അറിഞ്ഞിട്ടും പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്തുവെന്നും വിമർശനമുണ്ട്. അതേസമയം പേര് നീക്കം ചെയ്ത നടപടി പ്രചാരണ വിഷയമാക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. 24 തിരുവനന്തപുരം. കോഴിക്കോട് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ UDF-ന് കനത്ത തിരിച്ചടി. വോട്ടർ പട്ടികയിൽ പേരില്ലാത്തതിനെതിരെ മേയർ സ്ഥാനാർത്ഥി VM വിനു നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. വോട്ടർ ലിസ്റ്റിൽ പേരുണ്ടോ എന്നുപോലും നോക്കാതെയാണോ തെരഞ്ഞെടുപ്പിന് നിൽക്കുന്നതെന്ന് കോടതി ചോദിച്ചു. വീഴ്ച പറ്റിയോ എന്ന് പാർട്ടി പരിശോധിക്കുമെന്ന് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ വ്യക്തമാക്കി. കോടതി വിധിയിൽ മനപ്രയാസമില്ലെന്ന് VM വിനുവും പ്രതികരിച്ചു. VM വിനു 2020-ൽ വോട്ട് ചെയ്തിരുന്നില്ലെന്ന തദ്ദേശ ജോയിന്റ് ഡയറക്ടറുടെ റിപ്പോർട്ടിന് പിന്നാലെയാണ് ഹൈക്കോടതിയിൽ നിന്നുള്ള തിരിച്ചടി. സെലിബ്രിറ്റി ആയതുകൊണ്ട് പ്രത്യേകതയില്ലെന്ന് കോടതി ഓർമ്മിപ്പിച്ചു. വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടോ ഇല്ലയോ എന്ന് പോലും നോക്കാതെയാണോ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതെന്നും കോടതിയുടെ ചോദ്യം. ഇതോടെ VM വിനുവിന്റെ സ്ഥാനാർത്ഥി സാധ്യത DCC തള്ളി. മികച്ച സ്ഥാനാർത്ഥിയെ നാളെ അവതരിപ്പിക്കുമെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് K പ്രവീൺകുമാർ. നഗരത്തിൽ ജീവിക്കുന്ന VM വിനുവിന്റെ വോട്ട് ഉൾപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം ഇവിടുത്തെ BLOമാർക്കും കോർപ്പറേഷനിൽ അവരേൽപ്പിച്ച ഉദ്യോഗസ്ഥന്മാർക്കുമാണ്. ഹൈക്കോടതിയിൽ നിന്നുള്ള തിരിച്ചടിയിൽ മനപ്രയാസമില്ലെന്ന് VM വിനു പ്രതികരിച്ചു. ഇത് പുറകെ കുറെ കാലം നടന്നിട്ട് ഇത് കിട്ടിയിട്ട് കയ്യിൽ നിന്ന് പോകുമ്പോഴേ ഇതിനൊക്കെ വിഷമം ഉണ്ടാവുള്ളൂ. ഹൈക്കോടതി വിധി കോൺഗ്രസിനേറ്റ കനത്ത തിരിച്ചടിയെന്ന് CPIM ജില്ലാ സെക്രട്ടറി M മെഹബൂബ്. വോട്ടർ പട്ടികയിൽ പേര് ചേർത്താൻ 3 തവണ സമയം അനുവദിച്ചിരുന്നു. അത് പരിശോധിക്കേണ്ടത് സാധാരണ നിലയിൽ സാധാരണക്കാരായ വോട്ടർമാരല്ല. അത് ഇവിടുത്തെ കീഴ്വഴക്കമനുസരിച്ച് രാഷ്ട്രീയ പാർട്ടികളുടെ ഉത്തരവാദിത്തമാണ്. അത് കോൺഗ്രസ് നിർവഹിച്ചില്ല എന്ന വിമർശനമാണ് ഞാൻ ഉന്നയിച്ചത്.
കോഴിക്കോട് ജില്ലാ കളക്ടർക്ക് തദ്ദേശ ജോയിന്റ് ഡയറക്ടർ നൽകിയ റിപ്പോർട്ടിലും 2020 വോട്ട് ചെയ്തിരുന്നില്ലെന്ന കോൺഗ്രസ് വാദം തള്ളിയിരുന്നു. അതേസമയം വിയും വിനുവിന്റെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇല്ലാത്തതിൽ സിറ്റിംഗ് കൗൺസിലർക്ക് കോൺഗ്രസിന്റെ ശാസന. മലാപ്പറമ്പ് കൗൺസിലർ KP രാജേഷിനോട് DCC പ്രസിഡന്റ് രാജി എഴുതി വാങ്ങി. 24 കോഴിക്കോട്. സമ്മർദ്ദം വ്യക്തമായിട്ടും BLOമാർക്കുള്ള ചുമതലകളിലും ടാർഗറ്റിലും മാറ്റമുണ്ടാകില്ലെന്ന് ആവർത്തിച്ച് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. BLOമാരുടെ ഡ്യൂട്ടിക്ക് തടസ്സം നിന്നാൽ ശക്തമായ നിയമ നടപടി ഉണ്ടാകും എന്നാണ് മുന്നറിയിപ്പ്. SIR നിർത്തിവെക്കണമെന്ന സംസ്ഥാന സർക്കാരിന്റെയും രാഷ്ട്രീയ പാർട്ടികളുടെയും ഹർജി സുപ്രീം കോടതി വെള്ളിയാഴ്ച പരിഗണിക്കും. വിവാദങ്ങൾക്കിടെ SIR നടപടിയുമായി ശക്തമായി മുന്നോട്ടു പോകുമെന്ന് ആവർത്തിച്ച് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ. ഭരണഘടനാ ഉത്തരവാദിത്തമാണ് BLOമാർ ചെയ്യുന്നത്. BLOമാർക്ക് ടാർഗറ്റുണ്ട്. കൂട്ടായ പ്രവർത്തനത്തിലൂടെ ഉത്തരവാദിത്തം പൂർത്തീകരിക്കണം. മഹത്തായ ലക്ഷ്യത്തിലേക്കെത്താൻ താനും തന്റെ ഓഫീസും പകലോ രാത്രിയോ ഇല്ലാതെ ജോലി ചെയ്യുന്നുണ്ടെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കി. ഇതിലെ ഒരിക്കലും ഒരു ഭാഗത്തിനും നിലവിലുള്ള ഇലക്ട്രൽ ലോസ് അനുസരിച്ചിട്ട് വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല. 97% കൂടുതൽ ഫോം വിതരണം ചെയ്തു കഴിഞ്ഞു. ഇനി ഫോം തിരികെ ശേഖരിക്കുന്ന നടപടിയാണ്. ബൂത്ത് തലത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ ഇന്നു മുതൽ യോഗം ചേർന്ന് ഈ നടപടികൾ പൂർത്തിയാക്കണമെന്നും CEO. കേരളത്തിലെ SIRനെതിരായ ഹർജികൾ സുപ്രീം കോടതി വെള്ളിയാഴ്ച പരിഗണിക്കും. സംസ്ഥാന സർക്കാരിന് പുറമെ മുസ്ലിം ലീഗ്, CPIM, കോൺഗ്രസ് എന്നീ പാർട്ടികളാണ് ഹർജി നൽകിയത്. അടിയന്തരമായിട്ട് ഈ നടപടികൾ നിർത്തിവെക്കണമെന്ന് തന്നെയാണ് വെള്ളിയാഴ്ച നമ്മൾ കോടതിയോട് ആവശ്യപ്പെടാൻ പോകുന്നത്. വോട്ടർ പട്ടികയിലുള്ള മരിച്ചവരും സ്ഥലം മാറിയവരും ഉൾപ്പെടെ 55,000 സംശയമുള്ള ഫോമുകൾ രാഷ്ട്രീയ പാർട്ടികളുമായി ചേർന്ന് പരിശോധിക്കുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കി. 24 തിരുവനന്തപുരം. ഡൽഹി ചെങ്കോട്ട സ്ഫോടനത്തിന് പിന്നാലെ അൽഫലാഹ് സർവകലാശാലയിൽ നിന്ന് 10-ലധികം പേരെ കാണാനില്ല. അന്വേഷണ സംഘത്തിന്റെ പരിശോധനയ്ക്ക് പിന്നാലെയാണ് കാണാതായത്. അതിനിടെ ഡോക്ടർ ഉമർ നബി ബോംബ് തയ്യാറാക്കിയത് ചെങ്കോട്ടയ്ക്ക് സമീപമുള്ള പാർക്കിംഗിൽ വെച്ചെന്ന് NIAയുടെ കണ്ടെത്തൽ. ആക്രമണ സ്ഥലം തീരുമാനിച്ചത് ജെയ്ഷെ മുഹമ്മദ് ഭീകരരുമായി ചേർന്നെന്നും സൂചന. ചെങ്കോട്ട സ്ഫോടനത്തിന് പിന്നാലെയാണ് അൽ ഫലാഹ് സർവകലാശാല കേന്ദ്രീകരിച്ച അന്വേഷണ സംഘങ്ങൾ പരിശോധന നടത്തിയത്. ജമ്മു കശ്മീർ പോലീസിന്റെയും ഫരീദാബാദ് പോലീസിന്റെയും പരിശോധനയ്ക്ക് ശേഷം സർവകലാശാലയിൽ ജോലി ചെയ്യുന്നതും പഠിക്കുന്നതുമായ 10-ലധികം പേരെ കാണാനില്ല എന്നാണ് വിവരം. ഇതിൽ 3 പേർ കശ്മീർ സ്വദേശികളാണ്. കാണാതെയായ വ്യക്തികളുടെ ഫോണുകൾ സ്വിച്ച് ഓഫ് ആണെന്നും വ്യക്തികളുടെ വിവരം ശേഖരിച്ച് അന്വേഷണം ആരംഭിച്ചതുമായാണ് വിവരം. കാണാതായവരിൽ പലർക്കും ഭീകരവാദ ഗ്രൂപ്പുകളുമായി ബന്ധമുള്ളതായി അന്വേഷണ സംഘം സംശയിക്കുന്നുണ്ട്. ചെങ്കോട്ടയ്ക്ക് സമീപം ആക്രമണം നടത്തുന്നതിന് മുമ്പായി കാറിൽ സഞ്ചരിക്കുന്നതിനിടെ ഉമർ നബി ജെയ്ഷെ സംഘവുമായി ഫോണിൽ സംസാരിച്ചിരുന്നുവെന്ന് NIA കണ്ടെത്തി. ആക്രമണത്തിന് തൊട്ടുമുൻപ് പാർക്കിങ്ങിലുണ്ടായ 3 മണിക്കൂർ സമയത്താണ് ബോംബ് തയ്യാറാക്കിയതെന്നാണ് വിവരം. ആക്രമണം നടത്താനുള്ള സ്ഥലം തെരഞ്ഞെടുത്തതും ഭീകര സംഘടനയുടെ നിർദ്ദേശം അനുസരിച്ചാണെന്നാണ് സൂചന. 24 ഡൽഹി. തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ 16-കാരനെ ISൽ ചേരാൻ പ്രേരിപ്പിച്ച സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിന് തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ്. 16-കാരന്റെ മാതാവിന്റെ ആൺസുഹൃത്തിനെ കേന്ദ്രീകരിച്ചും കനകമല കേസുമായി ബന്ധപ്പെടുത്തിയുമാണ് അന്വേഷണം. സംഭവത്തിൽ NIAയും അന്വേഷണം ആരംഭിച്ചു. 24 ഫോളോ അപ്പ്. ദുരൂഹത സംശയിച്ചാണ് വെഞ്ഞാറമൂട് UAPA കേസിൽ കേരള പോലീസ് വിശദമായ അന്വേഷണം നടത്തുന്നത്. UK-യിൽ വെച്ച് മാതാവും വെമ്പായം സ്വദേശിയായ ആൺസുഹൃത്തും ചേർന്ന് ISൽ ചേരാൻ പ്രേരിപ്പിച്ചുവെന്നായിരുന്നു 16-കാരന്റെ പരാതി. ആറ്റിങ്ങൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് UAPA ചുമത്തിയത്. പിന്നാലെ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് വിശദമായ അന്വേഷണം ആരംഭിച്ചു. മാതാവിൽ നിന്നും വിവരം തേടിയപ്പോൾ കുടുംബ പ്രശ്നം മൂലമുള്ള വൈരാഗ്യമെന്ന വിശദീകരണം പോലീസ് മുഖവിലക്കെടുക്കുന്നില്ല. മാതാവിന്റെ ആൺസുഹൃത്തിന്റെ കനകമല കേസുമായുള്ള ബന്ധമുൾപ്പെടെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. തീവ്ര സ്വഭാവമുള്ള സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുന്ന ചില തെളിവുകൾ കുട്ടിയുടെ ഫോണിൽ നിന്നും പോലീസ് ശേഖരിച്ചുവെന്നും വിവരമുണ്ട്. നിലവിൽ ദേശീയ അന്വേഷണ ഏജൻസിയും അന്വേഷണം ആരംഭിച്ചു. കുട്ടിയുടെ മാതാവിന്റെ ആൺസുഹൃത്തിന്റെ വിദേശത്തെ യാത്രകളിലും ദുരൂഹതയുണ്ടെന്നാണ് വിവരം. 24 തിരുവനന്തപുരം. US-ൽ നിന്ന് ഇന്ത്യയിലെത്തിച്ച ഗുണ്ടാ നേതാവ് അൻമോൾ ബിഷ്ണോയി NIA കസ്റ്റഡിയിൽ. ഡൽഹി പട്യാല ഹൗസ് കോടതിയുടേതാണ് നടപടി. ഇന്ത്യയിലെത്തിച്ച ശേഷമുള്ള അൻമോൾ ബിഷ്ണോയിയുടെ ചിത്രവും അന്വേഷണ സംഘം പുറത്തുവിട്ടു. അധോലോക കുറ്റവാളി ലോറൻസ് ബിഷ്ണോയുടെ ഇളയ സഹോദരൻ, മഹാരാഷ്ട്ര മുൻമന്ത്രി ബാബ സിദ്ദിഖിയെ കൊലപ്പെടുത്തിയ കേസിലെ മുഖ്യപ്രതി, പഞ്ചാബി ഗായകൻ സിദ്ധു മൂസാവാല കൊലപാതക കേസ്, ബോളിവുഡ് താരം സൽമാൻ ഖാന്റെ മുംബൈയിലെ വീടിന് നേരെ വെടിയുതിർത്ത കേസ് തുടങ്ങി ഇന്ത്യയിലെ നിരവധി ക്രിമിനൽ കേസുകളിൽ അന്വേഷണം നേരിടുന്ന ഗുണ്ടാ നേതാവാണ് അൻമോൾ ബിഷ്ണോയി. US-ൽ നിന്ന് ഡൽഹിയിലെത്തിച്ചതിന് പിന്നാലെ അൻമോൾ ബിഷ്ണോയിയെ കസ്റ്റഡിയിലെടുത്ത് NIA ഡൽഹി പട്യാല ഹൗസ് കോടതിയിൽ ഹാജരാക്കി. 15 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വേണമെന്ന്
NIA ആവശ്യപ്പെട്ടിരുന്നു. 11 ദിവസത്തേക്ക് കോടതി കസ്റ്റഡി അനുവദിച്ചു. US-ൽ നിന്ന് ഇന്ത്യൻ ഏജൻസികളുടെ അഭ്യർത്ഥന പ്രകാരമാണ് അൻമോൾ ബിഷ്ണോയിയെ നാടുകടത്തിയത്. ഭാനുപ്രതാപ് എന്ന പേരിൽ വ്യാജ പാസ്പോർട്ട് ഉപയോഗിച്ചാണ് അൻമോൾ ബിഷ്ണോയി US-ലേക്ക് കടന്നത്. 24 ഡൽഹി. കൊല്ലത്ത് ഫ്ലക്സ് ബോർഡ് കെട്ടുന്നതിനെ ചൊല്ലി BJP CPIM സംഘർഷം. BJP പ്രവർത്തകന് വെട്ടേറ്റു. BJP പ്രവർത്തകനായ രതീഷിനാണ് വെട്ടേറ്റത്. വിവരങ്ങളുമായി സലീം മാലിക് ചേരുന്നുണ്ട്. സലീം, എന്താണ് വിവരങ്ങൾ? ആരാണ് ഈ വെട്ടിയത് എന്നത് സംബന്ധിച്ചൊക്കെയുള്ള വിവരങ്ങൾ പോലീസിന് ലഭ്യമാകുന്നുണ്ടോ? പോലീസ് നടപടി എങ്ങനെ, സലീം? ബ്രിജിത്ത്, ഇന്ന് അല്പസമയം മുൻപാണ് പുനലൂർ നഗരസഭയിലെ ശാസ്താംകോണം വാർഡിൽ BJPയും CPIMും തമ്മിൽ സംഘർഷമുണ്ടായത്. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട ഫ്ലക്സ് ബോർഡ് കെട്ടുന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് സംഘർഷത്തിലേക്ക് എത്തിയത്. അതിന് പിന്നാലെയാണ് ഒരു BJP പ്രവർത്തകന് വെട്ടേറ്റ ഒരു സ്ഥിതി കൂടി ഉണ്ടായത്. ശാസ്താംകോണം NDA ബൂത്ത് ജനറൽ സെക്രട്ടറിയായ രതീഷിനാണ് വെട്ടേറ്റത്. ഇയാളെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ NDA സ്ഥാനാർത്ഥിയായ മണിക്കുട്ടനും BJPയുടെ വെസ്റ്റ് ഏരിയ ജനറൽ സെക്രട്ടറിയായ മധുസൂദനനും BJPയുടെ ബൂത്ത് ജനറൽ സെക്രട്ടറിയായ കവിരാജിനും പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് BJP പ്രവർത്തകർ പറയുന്നത്. NDA സ്ഥാനാർത്ഥിയുടെ ഫ്ലക്സ് വെക്കുന്നത് CPIM പ്രവർത്തകർ തടസ്സപ്പെടുത്തി എന്നാണ് BJPയുടെ വാദം. അതേസമയം ഈ CPIM നേരത്തെ സ്ഥാപിച്ചിരുന്ന ഫ്ലക്സുമായി ബന്ധപ്പെട്ട് അതേ സ്ഥലത്ത് തന്നെ BJP ഫ്ലക്സ് സ്ഥാപിക്കാൻ വന്നപ്പോൾ ഉണ്ടായ സംഘർഷമാണെന്നും CPIM പ്രവർത്തകർക്കും പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് CPIM ഭാരവാഹികൾ ആരോപിക്കുന്നത്. അതിന് പിന്നാലെ ഈ വെട്ടേറ്റ രതീഷിനെയും കൊണ്ട് താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിയപ്പോൾ ഇരു വിഭാഗത്തിലെയും പ്രവർത്തകർ താലൂക്ക് ആശുപത്രി പരിസരത്തേക്ക് എത്തിയിരുന്നു. എന്നാൽ പോലീസ് ഇടപെട്ട് ഇരുവരെയും പിരിച്ചുവിടുകയായിരുന്നു. അങ്ങനെയാണ് ഒരു വലിയ സംഘർഷം ആശുപത്രി പരിസരത്ത് നിന്ന് ഒഴിവായത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഈ വാർഡിൽ BJP മുന്നേറ്റം ഉണ്ടാക്കിയതാണ്. ഒപ്പം തന്നെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ വോട്ട് BJPക്കായിരുന്നു ശാസ്താംകോണം വാർഡിൽ ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ ഇവിടെ ശക്തമായ സാന്നിധ്യമായി കോൺഗ്രസും CPIMന്റെയും സാന്നിധ്യവുമുണ്ട്. അതിനിടയിലാണ് ഇത്തരത്തിലൊരു സംഘർഷം ഉണ്ടായത്. ശരി, സലീം മാലിക് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം കൂടി ലഭ്യമാവുന്നു, അതിലേക്ക്. ഇന്ന് ശാസ്താംകോണത്തുണ്ടായ ഒരു വലിയൊരു കാര്യം ഗുണ്ടായുസം തന്നെയാണ് CPIMന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഞങ്ങൾ സമാധാനമായിട്ടുള്ള ഞങ്ങളുടെ ഒരു ഫ്ലെക്സ് വെക്കാൻ, ഞങ്ങളുടെ നേരത്തെ ഇരുന്ന ഫ്ലെക്സ് അവിടെ നമ്മുടെ ഒരു ഫ്ലെക്സ് സ്ഥാപിക്കാൻ പോയപ്പോൾ അതിന് ഓപ്പോസിറ്റായിട്ട് കൊണ്ടുവച്ച് അതൊന്ന് മാറ്റണമെന്ന് പറഞ്ഞപ്പോഴത്തേന് അവർ നമ്മളെ ആയുധങ്ങളായിട്ട് സഹപ്രവർത്തകരെ ഉപദ്രവിക്കുമായിരുന്നു. മാറിയമായിട്ട് സ്ഥാനാർത്ഥിയെ തന്നെ ആക്രമിക്കുന്ന രീതിയിലായിരുന്നു അവരെ അത് തടയാൻ പോയ പ്രവർത്തകന്റെ കൈ നല്ല രീതിയിൽ വെട്ടേക്കുകയും മറ്റു സഹങ്ങളുടെ കൈകളിലെല്ലാം നല്ല പാടുകൊണ്ട് അവർ. കൊല്ലത്ത് CPIM BJP സംഘർഷം, BJP പ്രവർത്തകന് വെട്ടേറ്റു. നോക്കാം ഇനി ശബരിമല വിശേഷം. ശരണം സന്നിധാനം പവേർഡ് ബൈ രമേശ് RG നല്ലെണ്ണ. ആർജിക്കാം നല്ലൊരു പ്രാർത്ഥനാശീലം. Co-sponsored by BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ശബരിമലയിൽ ഇന്ന് തീർത്ഥാടക തിരക്ക് നിയന്ത്രണ വിധേയമായിരുന്നു. വെർച്വൽ ക്യൂ വഴി 70,000 പേർക്കും സ്പോട്ട് ബുക്കിംഗിലൂടെ 20,000 പേർക്കുമാണ് ദർശനത്തിന് സൗകര്യം ഏർപ്പെടുത്തിയിരുന്നത്. ഇന്നലത്തെ തിരക്ക് എങ്ങനെയുണ്ടായി എന്ന് പരിശോധിക്കുമെന്ന് ADGP ശ്രീജിത്ത് 24-നോട് പറഞ്ഞു. വെർച്വൽ ക്യൂ പാസ് ഇല്ലാതെ വരുന്നവരെ നിയന്ത്രിച്ചേ പറ്റൂ. വെർച്വൽ ക്യൂ പാസുമില്ല, സ്പോട്ട് ബുക്കിങ്ങിന്റെ ലിമിറ്റും കഴിഞ്ഞ് വേണമെന്ന് പറയുന്നവർക്ക് നമ്മൾ നിയന്ത്രിച്ചേ പറ്റൂ. കാരണം ഇവിടെ പരിമിതപ്പെട്ട സൗകര്യങ്ങളേ ഉള്ളൂ. മുമ്പ് ഈ പാസ് സിസ്റ്റം ഇല്ലാതിരുന്നപ്പോൾ എത്ര പേര് വേണമെങ്കിലും വരുമായിരുന്നു. അങ്ങനെ വരുന്നവർ പലപ്പോഴും ഈ എണ്ണത്തിൽ കുറവായിരിക്കും, ചിലപ്പോൾ അപൂർവം ദിവസങ്ങളിൽ കൂടുതലായിരിക്കും. അപ്പം അങ്ങനെ ഒരു സ്ഥിതിയല്ല ഉള്ളത്. നമ്മൾ ക്ലിപ്തമായ എണ്ണം നിശ്ചയിച്ചിട്ടുണ്ട്. ആ നിശ്ചയിച്ച എണ്ണത്തിന് അപ്പുറത്ത് വരുന്നവരെ തടയേണ്ടി വരും. മിനിഞ്ഞാന്നും അതിൻ്റെ തലേന്നും 55,000 1,00,000 മുകളിലുമായിരുന്നു. അവരുടെ ബാക്ക്ലോഗ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് കൂടാതെ കുറച്ച് ഇൻഫിൽട്രേഷൻ ഉണ്ടായിട്ടുണ്ട്. അതെങ്ങനെ നടന്നു എന്നുള്ളത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്വാസകോശ പ്രശ്നങ്ങൾ നേരിടുന്നവർക്കായി എറണാകുളം VPS ലേക്ക് ഷോർ ആശുപത്രിയിൽ ക്രോണിക് ലങ് ഡിസീസ് ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചു. COPD, ബ്രോങ്കെക്ടസിസ്, പൾമണറി ഫൈബ്രോസിസ് തുടങ്ങിയ രോഗങ്ങളാൽ വലയുന്നവരുടെ ജീവിത നിലവാരം ഉയർത്തുകയാണ് ലക്ഷ്യം. VPS ലേക്ക് ഷോർ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മാനേജിംഗ് ഡയറക്ടർ SK അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. K ബാബു MLA ഉദ്ഘാടനം ചെയ്തു. സർജിക്കൽ ഗ്യാസ്ട്രോ എൻറ്ററോളജി ഡയറക്ടർ ഡോക്ടർ H രമേശ്, പൾമണറി മെഡിസിൻ സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ഹരി ലക്ഷ്മണൻ, കൺസൾട്ടന്റ് ഡോക്ടർ KK മുജീബ് റഹ്മാൻ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അഞ്ജന ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. ഏതാണ്ട് 50% എൻ്റെ ലങ്സ് പറ്റിയുള്ളൂ. അപ്പം ഞാൻ ധരിച്ചിരുന്നത് ഇതിനകത്ത് ഫിസിയോതെറാപ്പിയും
ഒക്കെ ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇപ്പോഴാണ് അത് മനസ്സിലായത്. എനിക്കൊരു കുറവ് ഉള്ളത് കൊണ്ട് ഞാനതിൽ മാറി നിന്നില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ സഹായം കൊണ്ടാണ് തീർച്ചയായിട്ടും എനിക്ക് ഈ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റിയതും എന്നെ ഇപ്പോൾ നിങ്ങൾ ഈ ഒരു സ്റ്റേജിലേക്ക് ക്ഷണിച്ചതും. എന്നെ പോലുള്ള ഒരുപാട് പേര് മുന്നോട്ട് വരണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.